താമരശ്ശേരി അമ്പായത്തോട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് വേണ്ടെന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ നിലപാട്. ഇന്നലെ വലിയ സംഘർഷമുണ്ടായി, അത് കൈവിട്ടു പോകുന്ന നിലയെത്തിയിരുന്നു. വർഷങ്ങളായി കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം. നാട്ടുകാർക്കൊപ്പം സുനോജ് തോമസ് ഉണ്ട്. സുനോജ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നാട്ടുകാർ അല്പം ആശങ്കയിലാണെന്ന് തോന്നുന്നു, അല്പം ടെൻഷനിലാണ്. കാര്യം 300ഓളം പേർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. എപ്പോഴാണ് പോലീസ് നടപടി വരുന്നതെന്ന് അവർക്കറിയില്ല. യതീഷ് ചന്ദ്രയൊക്കെ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കയിലാണോ നാട്ടുകാർ? അപ്പോഴും ആവശ്യത്തിൽ നിന്ന് ഒരടി പോലും അവർ പിന്നോട്ടില്ല അല്ലേ സിനോജ്? തീർച്ചയായിട്ടും അരുകുമാർ, അതായത് പോലീസ് വ്യാപകമായി കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംസാരിക്കാനും പേടിയുണ്ട്. കാരണം ഈ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളൊക്കെ തന്നെ സമരത്തിൽ പങ്കെടുത്തവരാണ്. പോലീസ് വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ ജീവിക്കണം. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ സമരമുഖത്താണുള്ളത്. ഈ പ്ലാന്റ് ഉള്ളത് കട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ്. പക്ഷേ ഇതിൻ്റെ അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കോടഞ്ചേരി പഞ്ചായത്ത്, ഓമശ്ശേരി, താമരശ്ശേരി, കൊടുവള്ളി നഗരസഭകളാണ്. ഞാനുള്ളത് കോടഞ്ചേരി പഞ്ചായത്തിലെ കരിമ്പാലക്കുന്ന് വാർഡിലാണ്. ഈ ഇരുതുള്ളി പുഴയോരത്തുള്ള വീടുകളാണുള്ളത്. ഇവിടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളൊക്കെ തന്നെയുണ്ട്. ഇവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കാരണം നേരിടുന്നത്? ഞങ്ങൾ 6 വർഷമായിട്ട് ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇത് കാരണം ഞങ്ങൾ കുട്ടികൾ, പ്രായമായ സ്ത്രീകൾ എല്ലാവർക്കും അലർജി പ്രശ്നങ്ങൾ, അതുപോലെ ശ്വാസം കിട്ടാത്ത അവസ്ഥ, പിന്നെ പുഴയിൽ ഇറങ്ങുന്ന സമയത്ത് പുഴ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സായിരുന്നു. അത് ഇവർ നശിപ്പിച്ചു. ഞങ്ങൾക്ക് പുഴയിൽ ഇറങ്ങി കുളിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാ അധികാരികളുടെ കൂടെ ഞങ്ങൾ പോയി. ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. അത്രയും ഞങ്ങൾ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. ഇനിയും എന്ത് പ്രശ്നങ്ങൾ നടന്നാലും എല്ലാവരും പറയുന്നത് ഫ്രഷ് കട്ടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടി ആരും ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. അതായത് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയത്ത് ഭയങ്കര ദുർഗന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളാണ്. ഭയങ്കരമായിട്ട് നാറ്റം വരാറുണ്ട് ഇവിടെ. നല്ല സ്മെല്ലുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രഗ്നന്റ് ടൈമിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് 4-5 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ എനിക്ക് 3 കുട്ടികളുള്ളത്. 2 കുട്ടികൾക്ക് എന്നും ചുമയും ശ്വാസം മുട്ടാണ്. എൻ്റെ മോൻ ഇതുവരെ അസുഖം മാറിയിട്ടില്ല. എന്നും ചുമ തന്നെ. കുറേ ദിവസങ്ങളിൽ സ്കൂൾ പോവാറില്ല അസുഖം കൊണ്ട്. രാത്രിയും പകലും സ്മെല്ലുണ്ടോ? ഫുൾ ടൈം സ്മെല്ലാ ഞങ്ങൾക്ക്. ഈ ഭാഗത്ത് ഫുൾ ടൈം സ്മെല്ല് തന്നെ, എല്ലാ സമയത്തും ഒന്നുമില്ല. പിന്നെ ഒരു വിരുന്നുകാർ വന്നാലോ വിരുന്നുകാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പുറമെന്ന് ഒരാൾക്ക് വരാനോ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാനോ. പിന്നെ ഞങ്ങൾക്ക് മെനിയാന്ന് ആ സമയത്തൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഛർദി വരും. ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ ഫുൾ ടൈം അസുഖം തന്നെ, അലർജിയും ഛർദിയൊക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഈ പുഴയെ ആശ്രയിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഇവിടെ ഉള്ളവർ? ആ, പോയാൽ തിരുമ്പാനും കുളിക്കാനും ഒക്കെ അങ്ങനെ പോകാറുണ്ട് എല്ലാവരും. കൂടുതൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത്? പ്രായമായ ആൾക്കാർ, ഉമ്മക്കൊക്കെ എൻ്റെ വീട്ടിലും ഉമ്മക്കും മക്കൾക്കൊക്കെ എന്നും വയ്യായിക. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. അസുഖവും കാര്യമായിട്ട് ഇവളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വരുന്നത്. അലർജി പ്രശ്നം, ഛർദി, തലവേദന, വയറുവേദന ഒക്കെ അങ്ങനെ വരിക. സ്മെല്ലടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. രൂക്ഷമായ ദുർഗന്ധം, ഒപ്പം തന്നെ ഇവരുടെ കുടിവെള്ള സ്രോതസ്, പ്രധാനമായി പുഴ മലിനീകരിക്കപ്പെട്ടു എന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഈ ഫാക്ടറി അടച്ചുപൂട്ടണമെന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അരുകുമാർ. ഓക്കെ.